ബ്ലോഗ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇന്ത്യൻ സിമ്മുകൾ വിദേശത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ സിം അങ്ങനെ നഷ്ടപ്പെട്ടു പോവുക, സിമ്മ് ഡാമേജ് ആകുക എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ആ സെയിം നമ്പർ റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും വിദേശത്ത് നിന്ന് ഈ സിമ്മുകളൊന്നും റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനെ ആരെങ്കിലും പറഞ്ഞു വെച്ചതിന് ശേഷം നാട്ടിലെ ഓഫീസിൽ ചെന്നിട്ട് ഇത് അവരുടെ പേരിലേക്ക് മാറ്റിയിട്ട് എടുക്കാം. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ലാൻഡ് ബ്ലോഗ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സിം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഏത് സിമ്മാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അതിന്റെ ഔട്ട്ലെറ്റിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും സിം അവർ എടുത്തു തരില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും അവിടെ പറഞ്ഞേക്കാം എന്നുള്ളതാണ്. എന്നതിന് ശേഷം അവർ കറക്റ്റായിട്ട് അവരുടേതായ ഇതുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പറഞ്ഞുതരും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത്, റിക്വസ്റ്റിന്റെ ഫോർമാറ്റ് എന്താണ്, റിക്വസ്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാണെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ഡീറ്റെയിൽസ് വേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു ആ റിക്വസ്റ്റിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാവും. അത് ഓരോ കമ്പനികൾക്കും അതിൻ്റെതായ ഫോർമാറ്റുകൾ ഉണ്ടാവും. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. ആ കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതിനകത്ത് നമ്മളെ സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം, അഥവാ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ടായിരിക്കണം, പേര് ചെയ്ത് ഒപ്പിട്ടിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിനകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് റിക്വസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബാക്കി ഫോർമാറ്റും കാര്യങ്ങളും എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവരുടേതായ ഫോർമാറ്റ് നമുക്ക് തരും. നമ്മൾ ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതായിട്ട് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് കോപ്പിയാണ്. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ഫ്രണ്ടേജും അതുപോലെ തന്നെ ബാക്കേജും രണ്ട് സൈഡുകളായിട്ടുള്ള ഇത് വേണം. ഫ്രണ്ടേജിൽ നമ്മളെ ഫോട്ടോ ഉള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ നമ്മളെ അഡ്രസ്സ് ഫുള്ളായിട്ട് വരുന്ന ഭാഗങ്ങളും ഈ രണ്ടും ഒരു ഫോർമാറ്റിനകത്ത് ഒരു ഫോർമാറ്റ് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണം. രണ്ടും കൂടെ ഒരു ഫോർമാറ്റ് നമ്മൾ കോപ്പി ചെയ്തെടുക്കാം. എന്നതിന് ശേഷം അതിനകത്ത് നമ്മൾ പേര് എഴുതിയിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പി ആയിരിക്കണം ഈ പാസ്പോർട്ടിന്റെ കോപ്പി വേണ്ടത്. അപ്പോൾ നമ്മൾ പറയുന്ന സംഭവങ്ങളൊക്കെ കോപ്പി ആയിട്ട് എയർപോർട്ടിനകത്ത് നമ്മൾ കോപ്പി എടുത്തിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ രണ്ടാമതായിട്ട് വേണ്ടതാണ് വിസ. നമ്മൾ ഏത് രാജ്യത്തിനാണോ വർക്ക് ചെയ്യുന്നത്, അത് നമ്മൾ അബ്രോഡിലാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏത് രാജ്യത്തിനാണോ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ്. അപ്പോൾ സൗദി വിസ നമ്മൾ പാസ്പോർട്ടിനകത്ത് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, അതിന്റെ താഴെ പേര് എഴുതി സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റാമ്പ് ചെയ്യാത്ത വിസകൾ, ഇപ്പോൾ പേപ്പറിൽ വരുന്ന വിസകളാണെങ്കിൽ നേരെ ആ പേപ്പർ കോപ്പി എടുക്കുക, എന്നതിന് ശേഷം അതിനകത്ത് പേര് എഴുതിയിട്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ വിസ ഡീറ്റെയിൽസ് കിട്ടുന്ന എന്താണോ ഉള്ളത്, വിസയുടെ നമ്പറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പേപ്പർ അത് വെച്ചിട്ട് അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വേണ്ട ഡോക്യുമെന്റ്. അതായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എമിഗ്രേഷൻ സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്താണ്, ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഇൻ ആൻഡ് ഔട്ട് എമിഗ്രേഷൻ സീലുകൾ ഉണ്ടാവും. ആ സീല് പതിപ്പിച്ച ഭാഗം ഉണ്ടാവും പാസ്പോർട്ടിനകത്ത്. അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, എന്നതിന് ശേഷം അതും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടും ഉൾക്കൊള്ളുന്നതായിരിക്കണം. മേ ബി നമ്മൾ ഇറങ്ങുന്ന സമയത്തും വരുന്ന സമയത്തും പോകുന്ന സമയത്തും രണ്ട് പേജിലാണ് എന്നുണ്ടെങ്കിൽ ആ രണ്ട് പേജും കോപ്പി എടുത്തതിന് ശേഷം രണ്ടും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എൻട്രി ആകുന്നതിന്റെ എക്സിറ്റ് ആകുന്നതിന്റെ രണ്ടിന്റെയും സീല് വേണം എന്നുള്ളത് നിർബന്ധമായിട്ടും അവർ പറയുന്നുണ്ട്. അപ്പോൾ മൂന്നാമത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നാലാമതായിട്ട് വേണ്ടത് നമ്മുടെ ആധാർ, നമ്മുടെ ഇന്ത്യയുടെ ആധാർ, അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, അതിന്റെ രണ്ട് ഭാഗവും സെൽഫ് അറ്റസ്റ്റ് ചെയ്തതിനു ശേഷം ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വിട്ടു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഡോക്യുമെന്റ്സുകളും നമ്മൾ ജസ്റ്റ് PDF ആയതിനു ശേഷം നാട്ടിലേക്ക് അയച്ചു കൊടുത്താൽ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് സെൽഫ് അറ്റസ്റ്റ് ചെയ്തതിനു ശേഷം PDF ആക്കി നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക, അവർക്ക് അവിടെ നിന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ അതിന്റെ കൂടെ വേണ്ടത് ഒരു പാസ്പോർട്ട് സൈസ് ഫിസിക്കൽ ഫോട്ടോ ആണ് വേണ്ടത്. ഇവിടെ നമ്മൾ മേ ബി റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ റിക്വസ്റ്റിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ PDF ആക്കിയിട്ടാണ് വിട്ടു കൊടുക്കുക. അതല്ലാതെ ഒരു ഫിസിക്കൽ ആയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടെ അതിന്റെ കൂടെ കൊടുക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളും ഇതിന്റെ കൂടെ ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വേണ്ടത് ആരുടെ പേരിലായിരുന്നു ഈ സിം ഉള്ളത്, ആ ആളുടെ ഡോക്യുമെന്റ്സ് ആണ് ഇത്രയും ഡോക്യുമെന്റ്സ് വേണ്ടത്. ഇനി ആര് പേരിലേക്കാണ് നമ്മൾ സിം മാറ്റുന്നത്, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ സിം രണ്ടാമതായിട്ട് ആരുടെ പേരിലേക്ക് മാറ്റിയിട്ടാണ് എടുക്കാൻ പോകുന്നത്, ആ ആളുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവരുടെ ഒരു ID കാർഡ്, നമ്മുടെ ഇന്ത്യൻ ബേസിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ID കാർഡിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി. ഫിംഗറോ കാര്യങ്ങളോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അവരുടെ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ID കാർഡ് സെൽഫ് അറ്റസ്റ്റ്, അവരുടെ പേരും അതുപോലെ തന്നെ ഒപ്പിട്ടിട്ടുള്ള സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ തീർന്നു. ഡോക്യുമെന്റ്സ് ഇത്രയാണ് വേണ്ടത്. ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് നമുക്ക് ഒരു സിം തരും, നമ്മുടെ പേരിൽ ആ നമ്പറിലുള്ള സിം തരും. പക്ഷെ അതൊരിക്കലും ആക്റ്റീവ് ആയിരിക്കില്ല. അത് ആക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ NOC വേണം. അപ്പൊ എങ്ങനെയാണ് ഇനി NOC എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഓഫീസിൽ ചെന്ന സമയത്ത് ആ ഓഫീസിന്റെ ഒരു നമ്പർ, അല്ലെങ്കിൽ ആ ഒരു നമ്മളെ അറ്റൻഡ് ചെയ്യുന്ന ആ സ്റ്റാഫിന്റെ ഒരു നമ്പർ തരും. ആ നമ്പറിനകത്ത് നമ്മൾ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഒരു 2 മിനിറ്റിന്റെ പ്രശ്നമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഇവര് ആ ഒരു നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന ആ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട്
NOCക്ക് ഇവർ അപ്ലൈ ചെയ്യും. മീൻസ് NOC എന്ന് പറഞ്ഞാൽ നോൺ ഒബ്ജക്ട് സർട്ടിഫിക്കറ്റ്. നമുക്ക് ഈ ഒരു പേരിലേക്ക് മാറ്റി കൊടുക്കുന്നതിന്, ഇപ്പൊ വന്ന ആളെ പേരിലേക്ക് മാറ്റി കൊടുക്കുന്നതിന് നമുക്ക് പ്രശ്നമില്ല എന്ന് അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വീഡിയോ കോൾ എടുക്കാൻ വേണ്ടി പറയുന്നത്. അത് മസ്റ്റ് ആയിട്ട് ചെയ്യണം. വീഡിയോ കോൾ ചെയ്യാത്ത ഒരാളുടെ സിം പോലും ഒരാളുടെ പേരിലേക്ക് മാറ്റി കൊടുക്കില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവർ പറയും ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്നതെന്ന് പറയും. അപ്പോൾ കറക്റ്റ് അവർ നമുക്ക് ആ വീഡിയോ കോൾ ചെയ്യുന്നതിന് സ്ക്രീൻഷോട്ട് അവരോട് എടുത്ത് വെച്ചിട്ട് ഇതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യും, ഓരോ സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്യും. അപ്പൊ ഈ NOC ഇല്ലാതെ, NOC കിട്ടാതെ ഒരിക്കലും ഒരു സിമ്മും വർക്ക് ആവില്ല. പിന്നെ ഇത് എത്ര സമയത്തിനകത്ത് വർക്ക് ആവും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഇവർ നമുക്ക് ആ സിം തന്നതിന് ശേഷം 3 ആഴ്ചക്കുള്ളിൽ അഥവാ 3 വീക്സിനുള്ളിൽ ഇത് ആക്റ്റീവ് ആകും എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ അവരടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് സിം ആക്റ്റീവ് ആയതിനു ശേഷം മാത്രം വിദേശത്തേക്ക് ഇത് അയച്ചാൽ മതി എന്നുള്ളതാണ്. വിദേശത്തേക്ക് അതിന് പോകുമ്പോൾ കൊടുത്തു വിടുകയാണെങ്കിൽ പോലും സിം നാട്ടിൽ നിന്ന് ആക്റ്റീവ് ആയതിനു ശേഷം മാത്രം കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. കാരണം ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതിനകത്ത് എന്തെങ്കിലും ടെക്നിക്കൽ എറർ വന്നു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ സിം വർക്ക് ചെയ്തോളുന്നില്ല. അപ്പോൾ ആ സിം കറക്റ്റായി വർക്ക് ചെയ്തിട്ട് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വിദേശത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ പറയുന്നത്. മാക്സിമം ഇതിന് 3 വീക്സ് 21 ദിവസത്തെ ഡേറ്റ് ആണ് ഇത് വർക്ക് ആവാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത്. വെച്ചിട്ടുണ്ടായിരുന്ന സിം നമ്മൾ വിദേശത്ത് നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ സിമ്മുകൾ മിസ്സായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് നമുക്ക് രണ്ടാമത് എടുക്കാൻ പറ്റുന്നത്? കാരണം നമുക്കറിയാവുന്നതാണ് നമ്മുടെ സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇപ്പൊ ഞാനൊക്കെ എന്റെ സിം മിസ്സാകുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമന്റിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. കാരണം ഇങ്ങനത്തെ ഒരു പ്രശ്നം നേരിടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പല ആളുകളും വിചാരിക്കുന്നത് ഒരിക്കൽ സിം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ആളിലേക്ക് ഇത് കൺവേർട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇത് എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത്തരം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുക. കാരണം എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു ഇതാവട്ടെ നമ്മൾ പ്രത്യാശിക്കുകയാണ്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.